എന്നാ രോഹി സംഭവം? എന്നാ പ്രശ്നം? എന്നാ ആന്റി എന്താ ഈ റൂമില്? ഇത് അങ്ങളുടെ റൂമല്ലേ? ഇതെന്റെ ഭർത്താവിന്റെ മുറിയാ. ചേടാ ഇത് കൊള്ളാലോ. ഞാൻ ആരെയൊക്കെ ബോധിപ്പിക്കണം? ഞാൻ നോക്കിയപ്പോ മോനേട്ടാ അമ്മ ഒരുമാതിരി കള്ളന്മാരെ പോലെ പമ്മി പമ്മി നടന്ന് ഓരോന്ന് തപ്പി നോക്കുന്നു. രോഹി മര്യാദയ്ക്ക് സംസാരിച്ചോണം നീ. അമ്മ കള്ളത്തരം കാണിച്ചെന്നല്ല, എനിക്ക് അങ്ങനെ തോന്നിയെന്നാ പറഞ്ഞത്. ഇതിനു വേണ്ടിയാ ഞാൻ ഇവിടെ കയറി വന്നേ. ആ മറ്റവക്ക് എന്നെയൊക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയണമായിരുന്നു. ഊരും പേരും ഇല്ലാത്ത ഏതോ ഒരുത്തിക്ക് വേണ്ടി നിന്റെ അച്ഛൻ എന്തിനീ പൈസ ചെലവാക്കി, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അപ്പൊ അത് അന്വേഷിക്കാനുള്ള തെളിവ് ശേഖരണമായിരുന്നല്ലോ ഇപ്പൊ നടത്തിയ ഈ സെർച്ച്. ഇത് ഭയങ്കര ചീപ്പായി പോയെന്നെ. നിന്റെ അഭിപ്രായം ആര് ചോദിച്ചു? എനിക്ക് എന്റെ മക്കളുടെയും ഭർത്താവിന്റെ അഭിപ്രായം മാത്രം മതി. അവൻ്റെ ഇഷ്ടം. ഞാനിന്ന് ശരിയാക്കി തരാം. ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല. ഇതാണ് അപ്സ്റ്റെയറിലെ ലിവിംഗ് റൂം. അവിടെ 2 ബെഡ്റൂം ഉണ്ട്. ആ കാണുന്ന വാതിലാണ് അതിലൊരെണ്ണം. എല്ലാം താഴത്തെ പോലെ തന്നെ വലിയ ബെഡ്റൂം ആണോ? എല്ലാം വലുതാ. അതിലൊന്നും ആരും താമസിക്കുന്നില്ലല്ലോ. ആര് താമസിക്കാൻ? എല്ലാം അടച്ചിട്ടേക്ക. ഇത് ബാക്ക് സൈഡ് ബാൽക്കണിക്കുള്ള പാസേജ്. എന്തിനാ ഇത്രയും വലിയ വീട്? വാസ്തവത്തില് ഇതൊക്കെ ആർക്കും ഉപകാരപ്പെടാതെ കിടക്കുകയല്ലേ? വലിയ ബംഗ്ലാവുകളെല്ലാം അങ്ങനെയല്ലേ, വെറുതെ അടഞ്ഞടക്കും. ലക്ഷക്കണക്കിന് രൂപ വെറുതെ പാഴാക്കി ഇട്ടേക്കുവാ. ഇതൊക്കെ എല്ലാം കുറെ കാലം കഴിയുമ്പോ ഇടിച്ചു കളഞ്ഞ് വേറൊരാള് പുതുക്കി പണി. അത് ശരിയാ. ചെറിയ വീടുകളിലാ ശരിക്കും മനുഷ്യരും ജീവിതവും ഉള്ളത്. ഇനി ചുറ്റുപാടുകൾക്ക് കാണണ്ടേ? ഗാർഡൻ, കുളം, പുരയിടം. കാണണം. വാ.